ജയനിപ്പോ എവിടെയുണ്ട്? എന്റെ കൂടെ വന്നിട്ടുണ്ട്. ഏട്ടനെ കാണാനുള്ള മടിയുണ്ട് പുറത്ത്. പേടിച്ചല്ല, അവള് നിർബന്ധിച്ചോണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങളോട് ഞങ്ങൾക്ക് വിരോധം ഉണ്ടായിരുന്നു, വിഷ്ണുനോടും. രണ്ടുപേരെയും വകവരുത്താൻ തീരുമാനിച്ചുറപ്പിച്ചതുമായിരുന്നു. പക്ഷെ അന്ന് നിങ്ങളുടെ മീറ്റിംഗിൽ ബോംബെറിഞ്ഞ ഞങ്ങളല്ല, ഞങ്ങൾക്കതിൽ പങ്കില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. ശിവേട്ടൻ അത് വിശ്വസിക്കണം. ഞാൻ വിശ്വസിച്ചിരിക്കും. കാരണം എൻ്റെ അനിയത്തി വിധവയായി കാണാൻ ഞാൻ ആഗ്രഹിക്കില്ലല്ലോ. പക്ഷേ അന്നവിടെ കത്തിക്കരിഞ്ഞ ശവങ്ങൾ കണ്ട പാർട്ടി അണികൾ അങ്ങനെയല്ല. അവർ ചിലപ്പോൾ പ്രതികരിച്ചെന്നിരിക്കും. അതുകൊണ്ട് ജയൻ സൂക്ഷിക്കണം. ജയൻ, താങ്കളുടെ ജീവൻ എടുത്തവരോട് ഞങ്ങൾ പകരം ചോദിക്കും. ഇത് സത്യം. സത്യം, സത്യം. ജയ് ഭാരത് മാതാ. എന്താ കാര്യം? നിനക്കൊന്നും അറിയില്ല അല്ലടാ. എന്തിന് നിങ്ങൾ ഇങ്ങനെ പരസ്പരം വെട്ടിക്കേറി ചാവുന്നു? കമ്മീഷണർ, ഞങ്ങൾ ജയേന്ദ്രനെ കൊന്നവനോ? ജയചന്ദ്രനെ കൊന്നു ഇവരല്ല. നമുക്കിടയിൽ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ രാഷ്ട്രീയമായി തന്നെ നേരിടണം, പറഞ്ഞു തീർക്കണം. അല്ലാതെ എങ്ങനെ വെട്ടിയും കുത്തിയും ചത്തതുകൊണ്ട് ആർക്കെന്ത് പ്രയോജനം? എത്ര ശവങ്ങൾ വേണു? ഒന്നും അറിയാത്ത പാവങ്ങളുടെ, നിരപരാധികളുടെ. മറ്റുള്ളവർ നിങ്ങളുടെ ശത്രുത മുതലെടുക്കുകയാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം. ജയചന്ദ്രന്റെ കൊലപാതകയിൽ പോലീസ് കസ്റ്റഡിയിലുണ്ട്, ലോക്കപ്പിൽ. നരേന്ദ്രൻ കോൺട്രാക്ടർ ഗുണ്ടകൾ. ശിവദാസും BSSകാരുമായുള്ള സംഘടനം നമ്മൾ ഉദ്ദേശിച്ച പോലെ നടന്നില്ല. അതിനിടയിൽ ആ കമ്മീഷണർ വന്നവന്മാരെ കോംപ്രമൈസ് ആക്കി. ഞാൻ അറിഞ്ഞു. ജയചന്ദ്രനെ കൊന്നതും ഈ സംഘടനത്തിന് മുന്നിൽ പ്രവർത്തിച്ചതും മുതലാളിയാണെന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. സൂക്ഷിക്കണം, പ്രത്യേകിച്ച് ആ ശിവദാസിന്. ശിവദാസൻ ഇല്ല, അതിനൊക്കെ വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ശിവേട്ടൻ എങ്ങോട്ടാ? ഞാൻ അറിഞ്ഞു എല്ലാം. ആ സംഘടനത്തിനിടയ്ക്ക് കമ്മീഷണർ ശരത്ത് വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? വീടും കുടുംബവും ഉപേക്ഷിച്ച് പാർട്ടിയെ സേവിച്ചതിന്റെ ഫലം കിട്ടിയല്ലോ. കൂടെ നിന്നവർ പോലും കൈവിട്ടില്ലേ? ശത്രുക്കൾ ഇതൊരു അവസരമായി ഉപയോഗിക്കും. ഇനിയെങ്കിലും ശിവേട്ടൻ സ്വന്തം കാര്യം നോക്കണം. പുതിയൊരു ജീവിതം. അഞ്ജു, പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് വേറിട്ടൊരു ജീവിതം എനിക്കില്ല. നീ പോലും അതിനുശേഷം വരൂ. പാർട്ടിക്ക് എന്നെ ആവശ്യമില്ലെങ്കിലും പ്രസ്ഥാനത്തെ ഉപേക്ഷിക്കാൻ എനിക്കാവില്ല. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് അവർ എനിക്കെതിരെ നടപടിയെടുത്തത്. അത് തിരുത്താൻ പാർട്ടികളെ ഞാൻ എൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. അല്ലാതെ ശത്രുക്കളെ പേടിച്ച് ഓടി ഒളിക്കുന്നതും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്തുകൂടാത്തതാണ്. സത്യം വെളിപ്പെടുത്തണം. അതിനെനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നീ തടസ്സം നിൽക്കരുത്.
നീ എന്താ ഇവിടെ? നീ എന്തിനത് ചെയ്തു? എന്റെ ഒരു കൂടപ്പുറപ്പായിട്ടെ നിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഒരു അനിയനെ പോലെ തന്നെ ഞാൻ സ്നേഹിച്ചു. എന്നിട്ട് നീ നിർത്ത് ശിവേട്ട, ഇനി എന്നെ തല്ലരുത്. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. എന്നിട്ട് എന്നെ തല്ലിയോ കൊല്ലയോ എന്ത് വേണമെങ്കിലും ചെയ്യും. കൊല്ലങ്ങളായി ഞാൻ ശിവേട്ടിന്റെ കൂടെ ഒരു നിഴൽ പോലെ ഉണ്ടായിരുന്നില്ലേ? പാർട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും പോലീസിന്റെ ഇടികൊള്ളാനും കൂടെ നിന്നിട്ടില്ലേ? എന്നിട്ട് പാർട്ടി എനിക്ക് എന്ത് തന്നു? മാസം 300 രൂപ അലവൻസ്. ഫുഡ് കോർപ്പറേഷൻ ഗോഡൌണിലെ ഒരു സാധാരണ തൊഴിലാളിക്ക് കിട്ടും ദിവസം 500 1000. ഞാനൊന്ന് അവിടെ കയറിയതിന് ശിവേട്ടൻ എന്നോട് വഴക്കിട്ടു. മറ്റ് തൊഴിലാളികളുടെ മുമ്പിൽ വെച്ച് ആ സേവിയറിനോട് എന്നെ കൊണ്ട് മാപ്പ് പറയിച്ചു, അല്ലേ? അതുകൊണ്ടാണോ നീ പാർട്ടിയെ ഒറ്റുകൊടുത്തത്? അല്ല, ഇന്നലെ കയറി വന്നവൻ യൂണിയൻ നേതാവായി ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നു, കാറും ബംഗ്ലാവും വാങ്ങുന്നു. കടപ്പുറത്ത് കള്ളും കഞ്ചാവും ചാരായം വിറ്റ് നടന്നവനെ പാർട്ടി മേയറാക്കുന്നു. ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവനെ പാർട്ടി എന്നും വിറക് വെട്ടിയും വെള്ളം കോരിയായിട്ടേ കണ്ടിട്ടുള്ളൂ. അതെല്ലാം സഹിച്ച് വീടും കുടുംബവും പോലും ഉപേക്ഷിച്ച് പ്രവർത്തിക്കാൻ ഞാൻ സ്റ്റാലിൻ ശിവദാസ് അല്ല, ഒരു സാധാരണ മനുഷ്യനാണ്. 6 അംഗങ്ങളുള്ള കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം ഞാനാണ്. കടം വാങ്ങി വാങ്ങി മടുത്തു. പാർട്ടി ശിവേട്ടിനെതിരെ എടുത്ത തീരുമാനം കൂടിയായപ്പോ ഞാൻ മാറി. വൈരാഗ്യത്തോടെ തന്നെ പാർട്ടിയെ നശിപ്പിക്കാൻ പ്രവർത്തിക്കുന്നവരുടെ കൂടെ ചേർന്നു. പണത്തിന് വേണ്ടി മാത്രം. ആരാ നിനക്ക് പണം തരുന്നത്? ഇവനാണോ ഈ നരേന്ദ്രൻ? അല്ല. പിന്നെ പാർട്ടിയെ നശിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന ആരാണ്? പറടാ, ഇല്ലെങ്കിൽ നിന്നെ കൂടി ഞാൻ പറയിപ്പിക്കും. ഇനി നീ ഒളിച്ചിട്ട് കാര്യമില്ല, പറടാ. CG. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അല്ല, സത്യമാണ് ഞാൻ പറയുന്നത്. സേവ് കമ്മ്യൂണിസ്റ്റ് ഫോറത്തിന്റെ നോട്ടീസ് പോലും അച്ചടിച്ചത് CGയുടെ വീട്ടിലെ രഹസ്യമുറിയിൽ വെച്ചാണ്. രഹസ്യമുറി? കള്ളം പറയരുത്. സത്യമാണ് സഖാവേ. ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ പ്രവർത്തിച്ചത് CG ആണ്. CG. നിങ്ങൾ അങ്ങോട്ട് കമാൺ കേക്ക്. ശിവദാസ്, നീ എന്തിനകത്ത് കയറി? പറയാം. മിസ്റ്റർ CG, നിങ്ങൾക്ക് ലക്ഷങ്ങളുടെ ബാങ്ക് ഇടപാടുകൾ ഉണ്ടെന്നും അപരിചിതരായ പലരും ഇവിടെ വന്നു പോകാറുണ്ടെന്നും ഞങ്ങൾക്ക് നേരത്തെ വിവരം കിട്ടിയിരുന്നു. ആ സംശയത്തിന്റെ പേരിൽ നിങ്ങളെ നിരീക്ഷിച്ചു തുടങ്ങിയപ്പോൾ പല വിദേശ രാജ്യങ്ങളുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടെന്നും ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി പറയണം CG, ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്? ഏത് സംഘടനയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്? CIA, മൊസാദ്, ISI? പറയാം. ലോകത്ത് കമ്മ്യൂണിസം പ്രചരിപ്പിക്കാൻ മോസ്കോയിൽ നിന്ന് കൊമിൻഡോൺ വഴി കോടിക്കണക്കിന് രൂപ അന്യരാജ്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പാർട്ടിയെ നശിപ്പിക്കാൻ ഇതിന്റെ എത്രയോ ഇരട്ടി പണം മുതലാളിത്ത രാഷ്ട്രങ്ങൾ മുടക്കുന്നു. മോറൽ റീആർമമെന്റ് അഥവാ MRA എന്ന ഈ ബൂർഷ്വാസി സംഘടനയുടെ പണം പറ്റി ഇന്ത്യയിൽ മഹാത്മാക്കൾ വരെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ആത്മീയവാദികൾ ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനത്തെ തളർത്തി. അതിന് കൂട്ടുകുന്ന സംഘത്തിലെ ഒരു എളിയ കണ്ണിയാണ് ഞാൻ. റഷ്യയിൽ ഒക്ടോബർ വിപ്ലവം വിജയിച്ചപ്പോ അടിസ്ഥാന വർഗത്തിന് സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ അവിടെ നടന്നത് എന്താണ്? തൊഴിലാളി വർഗാധിപത്യത്തിന് പകരം സ്റ്റാലിന്റെ ഏകാധിപത്യത്തിൽ അടിമകളാക്കപ്പെട്ട ഒരു ജനത. അവരുടെ ദുരന്തങ്ങൾ ഞാൻ കണ്ടു. പോളണ്ടിലും ചെക്കോസ്ലോവാക്യയിലും ഹംഗറിയിലും സോവിയറ്റ് പട്ടാളക്കാർ നടത്തിയ ക്രൂരമായ നരഹത്യ ഞാൻ കണ്ടു. അതാണ് എന്നെ മാറ്റിയത്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാക്കി. നിങ്ങൾക്ക് എന്നെ കുറ്റക്കാരനാക്കാനാവില്ല, ശിക്ഷിക്കാൻ കഴിയില്ല. ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല, ആരെയും കൊന്നിട്ടില്ല, രാജ്യദ്രോഹം ചെയ്തിട്ടില്ല. അതെല്ലാം ചെയ്തത് ഇവിടുത്തെ സാമൂഹ്യദ്രോഹികളുടെ സംഘടനയിൽപ്പെട്ട ഇവരെ പോലുള്ളവരാണ്. CG അല്ലേ എല്ലാത്തിനും പ്രേരിപ്പിച്ചത്, നേതൃത്വം കൊടുത്തത്? ജയചന്ദ്രനെ കൊല്ലാനും സേവ് കമ്മ്യൂണിസ്റ്റ് ഫോറം അച്ചടിച്ച് പ്രചരിപ്പിക്കാനും പോസ്റ്റ് ഒട്ടിക്കാനും ഇല്ല. പെൺവാണിഭ കേസിലെ പ്രതി ആൻഡോ ജാമ്യത്തിൽ ഇറങ്ങി സത്യം വെളിപ്പെടുത്തുമെന്ന് കണ്ടപ്പോൾ അവനെ തടവിലാക്കിയത് നിങ്ങളല്ലേ? ആൻഡോയെ തടവിലിട്ടിരിക്കുന്നു. എവിടെ? സഖാവ് പൊറുക്കണം, ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റുകൾക്ക്. സാരമില്ല, വാ. വേണ്ട സഖാവേ, സഖാവ് ഇപ്പൊ അങ്ങോട്ട് പോണ്ട. സഖാവിന്റെ ജീവൻ അപകടത്തിൽ.
ഇന്നത്തെ മെയ് ദിനാഘോഷം അലങ്കോലപ്പെടുത്താൻ ഇവിടുന്ന് 10-15 പേർ ITSകാരുടെ വേഷത്തിൽ പോയിട്ടുണ്ട്. സഖാവിനെയും മുഖ്യമന്ത്രിയെയും മറ്റ് സഹാക്കളെയും കൊല്ലുകയാണ് അവരുടെ ലക്ഷ്യം. സഖാക്കളെ, അടിസ്ഥാന വർഗത്തിന്റെ മോചനത്തിനായി ആത്മാഹൂതി ചെയ്ത ഷിക്കാഗോ രക്തസാക്ഷികളെ സ്മരിക്കുന്ന ഈ മെയ് ദിനത്തിൽ നമുക്ക് ചരിത്രപരമായ പല കടമകളും ചെയ്തു തീർക്കുവാനുണ്ട്. സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകങ്ങളായിരുന്ന പഴയകാല പല നേതാക്കന്മാരും ഏറ്റെടുക്കേണ്ടത് യുവതലമുറ. മറ്റൊന്ന്, സമൂഹത്തെ മൊത്തം മാരകമായ അർബുദം പോലെ ബാധിച്ചിരിക്കുന്ന അഴിമതിക്കെതിരെയാണ് നിങ്ങൾ പോരാടേണ്ടത്. ജനജീവിതം ദുസ്സഹമാക്കുന്ന സർക്കാർ ഓഫീസിലെ അഴിമതിക്കാർ. കള്ളക്കടത്തുകാരും മദ്യമുതലാളിമാരും ചേർന്ന മാഫിയ സംഘങ്ങൾ, വർഗീയ ഫാസിസ്റ്റുകൾ, ഇവരെയാണ് നിങ്ങൾ നേരിടേണ്ടത്. ഈ രാജ്യദ്രോഹികളെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് ചെറുത്തു തോൽപ്പിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ലാൽ സലാം. അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളോട് സംസാരിക്കുന്നതാകും. സഖാക്കളെ, വർഗീയ ഫാസിസ്റ്റുകൾ ശക്തിയാർജിക്കുന്ന ഈ കാലഘട്ടത്തിൽ പാർട്ടി കൂടുതൽ ഗൗരവത്തോടെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന്, നാട്ടിൽ സമാധാനം പുലർത്തുന്നതിന് അണികൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അനങ്ങി പോകരുത്. വണ്ടിയിലോട്ട് കയറ, വണ്ടിയിലോട്ട് കയറാൻ. നിൽക്കവിടെ. ഇല്ലെങ്കിൽ നീ കൊല്ലുവോ? എങ്കിൽ വെക്കണ അവിടെ. ഒരു ശിവദാസനെ കൊന്നത് കൊണ്ട് നീ ജയിക്കില്ല. ഒന്നിനു പകരം 1000 ശിവദാസന്മാരിവിടെ ജനിക്കും. വിദേശചാരന്മാരുടെ ഏജന്റായി നിനക്കിനിയും ഇവിടെ കൊള്ളയും കൊലയും നടത്താമെന്ന് കരുതണ്ട. ജനലക്ഷങ്ങൾ ചോരയും പ്രാണനും നൽകി പടുത്തുയർത്തിയ ഒരു മഹാപ്രസ്ഥാനത്തെ തന്റെ കൈത്തോക്കിൽ ഒരു ബുള്ളറ്റ് കൊണ്ട് തകർക്കാനാവില്ല. മണൽത്തരികളിലല്ല, ഉറച്ച പാറക്കെട്ടിലാണല്ലോ എന്റെ പ്രസ്ഥാനം പടുത്തുയർത്തിയത്. അയഞ്ഞ പേശികളല്ല, ബലമുള്ള ഉരുക്കു മുട്ടികളാണ് അതിനെ വളർത്തിയെടുത്തത്.
ജനകോടികളുടെ ശക്തിയും വിശ്വാസവും ഉയർത്തിപ്പിടിച്ച ചെങ്കൊടി തനിക്കോ തന്റെ വർഗത്തിനോ താഴ്ത്താനാവില്ല. ശിവദാസ്, സാരമില്ല സഖാവേ. ഈ ചോര മങ്ങിപ്പോയി നമ്മുടെ കുടിക്ക് നിറം പകരുമെങ്കിൽ എനിക്കത് മതി. ഒരപേക്ഷയുള്ളൂ, വ്യക്തിവിദ്വേഷം മറന്ന് ഇനിയെങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. പ്രസ്ഥാനത്തെ വളർത്താൻ, ഈ ചെങ്കൊടി ഉയർത്തിപ്പിടിക്കാൻ.